അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോവുകയാണ്. ചെറുതായിട്ടെങ്കിലും സോങ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അവസാനം പ്രോഡക്ട്സ് തപ്പി ചെന്നപ്പോൾ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്ര വിലയാണ്. അങ്ങനെ സൈറ്റുകളൊക്കെ കയറി ഇറങ്ങി നടന്നപ്പോഴാണ് അവസാനം ടെമുവിൽ ഈ പറയുന്ന പോലെ ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ് യൂണിറ്റ് കണ്ടത്. 24 പൗണ്ടായിരുന്നു അതിന്. സോ അതും ഒരു പവർ സപ്ലൈയും കൂടി ഓർഡർ ചെയ്ത് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നമുക്കായിട്ട് പാട്ടൊക്കെ പാടിയിരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ്. ഈ പോഡ്കാസ്റ്റിൻ്റെ യൂണിറ്റിൽ നമുക്കൊരു മൈക്കിൻ്റെ സ്റ്റാൻഡ് വരുന്നുണ്ട്. അതോടൊപ്പം ഒരു മൈക്കിൻ്റെ ഒരു കവറ്, അതിന് കുറച്ചും കൂടി നല്ല രീതിയിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കവറിങ് ഉണ്ട്, അത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലൈവ് സൗണ്ട് കാർഡ്, അതിൻ്റെ ഓക്സ് കേബിൾസ്, അത് പലതിലേക്ക് കണക്ട് ചെയ്യാനുണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളത്, റെക്കോർഡ് ചെയ്യാനുള്ളത്. അങ്ങനെ റെക്കോർഡിങ് നടക്കുമ്പോൾ നമുക്ക് അത് കേൾക്കുവാനും പാടുവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇയർഫോൺ, അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു പോഡ്കാസ്റ്റിൻ്റെ ഒരു യൂണിറ്റാണ് നമുക്ക് തെമ്മൂരിൽ നിന്ന് വന്നത്. ഓൾമോസ്റ്റ് എൻ്റെ ഇൻസ്റ്റലേഷൻ്റെയൊക്കെ ഒരു ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്ട്രക്ഷൻ മാനുവലും പിന്നെ യൂട്യൂബിൽ നിന്നുള്ള ചില വീഡിയോസിൻ്റെയൊക്കെ ഹെൽപ്പോടു കൂടിയാണ് ഈ ഇൻസ്റ്റലേഷൻ വർക്ക് നടത്തിക്കൊണ്ട് വരുന്നത്. പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണെങ്കിലും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്കൊന്നും വലിയ പിടിപാട് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. സംഭവം എന്താണെങ്കിലും സൗണ്ട് ചെക്കിൻ്റെ സമയമായിട്ടുണ്ട്. സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു പഴയ തമിഴ് പാട്ടായിട്ടുള്ള വെള്ളൈപ്പുറാവ് എന്നുള്ളൊരു പാട്ടാണ് പാടി നോക്കിയത്. അതിൻ്റെ ഒരു കരോക്കെയൊക്കെ യൂട്യൂബിൽ നിന്ന് ഒപ്പിച്ച് അത് കരോക്കെ സെപ്പറേറ്റ് കണക്ട് ചെയ്ത് റെക്കോർഡിംഗ് ഒക്കെ സെപ്പറേറ്റ് കണക്ട് ചെയ്താണ് പരീക്ഷണം നടത്തിയത്. ഫൈൻ ക്വാളിറ്റി അല്ലെങ്കിലും ഒരു എബവ് ആവറേജ് ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഈ ഒരു പോഡ്കാസ്റ്റ് യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേടിച്ച കാശിന് ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ്. പിറ്റേന്ന് വെളുപ്പിന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന നീതുവിന് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു സംഭവം. കാരണം മുകളിലത്തെ ബെഡ്റൂം അങ്ങനെ യൂസ് ചെയ്യാതെ കിടന്നൊരു സംഭവമാണ്. അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചെറിയൊരു മിനി റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയിട്ട് മാറും എന്നുള്ളത് അവളും കണക്കൂട്ടിയില്ല. എന്താണെങ്കിലും സിംഗർ ഓൺ ബോർഡ് വന്നിട്ടുണ്ട്. ഇനി നീതുവിൻ്റെ പാട്ടുകൾക്കായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സുഖം, ഒരു മനസ്സുഖം.